അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സമാദരണീയനായ കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്തിൻ്റെ ഖാദിയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അധ്യക്ഷനുമായ സയ്യിദ് മുഹമ്മദ് ജഫരി മുത്തക്കോയ തങ്ങൾ തവ്വലല്ലാഹു ഉംറഹു ഫീ തആഅതിഹി ആമീൻ അവർകളെ, നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിലെ മുഖ്യപ്രഭാഷകൻ കേരളക്കരയിലെ അനുഗ്രഹീത പ്രഭാഷകരിലൊരാളായ മഅ്മൂൻ ഹുദവി വണ്ടൂർ അവർകളെ, കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്തിൻ്റെ സാരഥികളെ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള ഉസ്താദുമാരെ, മഹല്ല് ജമാഅത്തിൻ്റെ ഭാരവാഹികളെ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്തിൻ്റെ നബിദിന സമ്മേളനവും ഗസ ഐക്യദാർഢ്യ പ്രാർത്ഥന സദസ്സുമാണ് ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് റബീഉൽ അവ്വൽ 29-ആണ്. ഈ തീയതിയിലേക്ക് നമ്മുടെ പരിപാടി നീണ്ടുപോകാനുള്ള കാരണം ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളൊരു പരിപാടിയായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ. ഇന്നത്തെ കാലം നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്താകെ ഇസ്ലാമോഫോബിയ പടർന്നു പിടിച്ചിരിക്കുന്നൊരു കാലത്ത് കേരളം പോലും മുസ്ലിങ്ങളെ ഏത് നിലയിൽ ആക്രമിക്കാൻ കഴിയുമോ, ഏത് രൂപത്തിൽ താഴ്ത്തിക്കെട്ടാൻ സാധിക്കുമോ, ആ സാധിക്കുന്ന എല്ലാ ആയുധങ്ങളും എല്ലാവരും പ്രയോഗിക്കുകയും അങ്ങനെയുള്ള ആയുധങ്ങൾ പ്രയോഗിക്കുന്നവർക്ക് സരസ്വതി വിലാസമുണ്ട് എന്ന് ഭരണാധികാരികൾ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ ദുഃഖകരമായ ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു കാലത്ത് ഈ ഇസ്ലാമോഫോബിക് പൊളിറ്റിക്സിന് ഇന്ന് ആഗോളതലത്തിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് നിർഭാഗ്യവശാൽ ക്രിസ്തീയ സമുദായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭരണാധികാരികളാണ് എന്ന ഒരു പശ്ചാത്തലത്തിൽ ലോകത്ത് ഇസ്ലാം എന്താണ് എന്നും ഇസ്ലാമിൻ്റെ നീതി എന്താണ് എന്നും പ്രവാചകൻ എത്രമേൽ ആധുനിക ലോകത്തിന് സ്വീകാര്യനാണ് എന്നും വർത്തമാനകാല കൈരളിയോട് നിരന്തരമായി സംവദിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് എന്നതായിരുന്നു അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ ഞങ്ങൾ കണ്ടെത്തിയ കാരണം. പക്ഷെ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് വരാൻ താല്പര്യമുണ്ട്. ഈ റബീഉൽ അവ്വൽ 29-അകമുള്ള ഒരു തീയതി, ആ തീയതി കണക്കാക്കുമ്പോൾ അദ്ദേഹത്തിന് വരാൻ പറ്റുന്നില്ല. അദ്ദേഹം പറഞ്ഞു ഒക്ടോബർ 5-നും 10-നും ഇടയിൽ വരാമെന്ന് പറഞ്ഞു. പക്ഷെ നിർഭാഗ്യവശാൽ അപ്പോഴേക്കും റബീഉൽ അവ്വൽ കഴിഞ്ഞു പോകും. റബീഉൽ അവ്വൽ കഴിഞ്ഞിട്ട് നമ്മളൊരു നബിദിന സമ്മേളനം നടത്തുമ്പോൾ അത് സ്വാഭാവികമായും പലവിധത്തിലുള്ള ചർച്ചകൾക്ക് ഇടയാക്കും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തീയതിക്ക് വേണ്ടി കാത്ത് അവസാനം റബീഉൽ അവ്വൽ 15-നാണ് അദ്ദേഹത്തിന് ഈ മാസത്തിൽ ഒരു തരത്തിലും വരാൻ കഴിയില്ല എന്ന് അദ്ദേഹം ഞങ്ങളെ അറിയിക്കുന്നതും 15-നു ശേഷമാണ് ഞങ്ങൾ ഈ പരിപാടിയുടെ തീയതി നിശ്ചയിക്കുന്നതും ബഹുമാനപ്പെട്ട തങ്ങളവർകളോടും അതുപോലെ ഉസ്താദ് മഅ്മൂൻ ഹുദവി വണ്ടൂരിനോടുമൊക്കെ ഈ പരിപാടിയെക്കുറിച്ച് ഞങ്ങൾ അറിയിക്കുന്നത്. ഏതായാലും ഇൻഷാ അല്ലാഹ് മറ്റൊരു സന്ദർഭത്തിൽ നമ്മുടെ സുവർണ ജൂബിലി ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടന പരിപാടികൾ നടന്നു. നമ്മുടെ ആസ്ഥാന മന്ദിരത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളുമായി സംയുക്ത ജമാഅത്ത് മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ആദ്യ ഘട്ടത്തിൽ നമ്മുടെ മുൻ പ്രസിഡൻ്റായിരുന്ന ബഹുമാന്യനായ സി കുഞ്ഞഹമ്മദ് ഹാജി പാലക്കി 10 ലക്ഷം രൂപ നമുക്ക് നൽകിക്കൊണ്ട് അതിൻ്റെ ഫണ്ട് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നമ്മുടെ വൈസ് പ്രസിഡന്റ് അസീസ് ഹാജി 5 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു. നമ്മുടെ ഖജാൻജി MK അബൂബക്കർ ഹാജി, അതുപോലെ KK അബ്ദുറഹ്മാൻ, അപ്രകാരം നമ്മുടെ മുബാറക് ഹസൈന റാജി ഉൾപ്പെടെയുള്ള നമ്മുടെ ഭാരവാഹികളൊക്കെ, ഷെരീഫ് എഞ്ചിനീയർ, അവരൊക്കെ അവരാൽ കഴിയാവുന്ന വലിയ സംഖ്യകൾ വാഗ്ദാനം ചെയ്തു. നമ്മുടെ സംയുക്ത ജമാഅത്ത് ഭാരവാഹികൾക്ക് പുറത്തു നിന്ന് ബഹുമാനപ്പെട്ട ഹമീദാജി 1 ലക്ഷം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മുനമ്പം മഹമ്മൂദാജി ഇവിടെയുണ്ട്, 50,000 വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ആളുകൾ, പ്രിയപ്പെട്ട ഇബ്രാഹിം ഷാ ബദരിയ നഗർ, അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ
വാഗ്ദാനം ചെയ്ത് അതിൻ്റെ ഫണ്ട് കളക്ഷനുമൊക്കെയായി മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ കെട്ടിട നിർമ്മാണം ത്വരിതഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കെട്ടിട നിർമ്മാണം പൂർത്തിയാകുന്ന മുറക്ക് നമ്മുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന പരിപാടികൾ നടക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ആ സമാപന പരിപാടികൾ നടക്കുമ്പോൾ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിനെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു പരിപാടി നമുക്ക് നടത്താൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അള്ളാഹു അത് നല്ലതാണെങ്കിൽ തൗഫീക്ക് നൽകട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാലം എത്ര കണ്ട് ഈ കാലത്ത് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, എന്തുകൊണ്ട് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എന്ന് ചോദിച്ചാൽ, ലോകമെന്ന് നിലനിൽക്കുന്ന ക്രയവിക്രയങ്ങളിലെ 3 വലിയ ഉപദാനങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് പെണ്ണാണ്, മറ്റൊന്ന് കള്ളാണ്, വേറൊന്ന് പലിശയാണ്. ഈ 3നെയും നഖശികാന്തം എതിർക്കുന്നുവെന്നതാണ് ആധുനിക ലോകത്ത് ഇസ്ലാം ഏറ്റവും കൂടുതൽ എതിർക്കപ്പെടാനുള്ള കാരണം. ലോകത്ത് കച്ചവട താല്പര്യത്തോടെ, ലോകത്ത് സാമ്പത്തിക താല്പര്യത്തോടെ, ഈ ലോകത്ത് അഭിരമിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ശക്തിയുടെയും മുന്നിൽ ഇസ്ലാമിൻ്റെ ഈ വീക്ഷണം, ലോകത്ത് സമ്പൂർണമായ മദ്യനിരോധനം നടപ്പിലാക്കിയ ഈ വീക്ഷണം, ലോകത്ത് സമ്പൂർണമായ പലിശ നിരോധനം നടപ്പിലാക്കിയ ഈ വീക്ഷണം, ലോകത്തെ ഏറ്റവും വിശുദ്ധമായ ജീവിത വ്യവസ്ഥയെ സമ്മാനിച്ച ഈ വീക്ഷണം, ആ വീക്ഷണം അപകടമാണ് എന്ന് അവർ കൃത്യമായിട്ട് അറിയുന്നു. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹദീദ് 57-ാമത്തെ സൂക്തമാണ്. 57-ാമത്തെ ആ സൂക്തത്തിലെ 57-ാമത്തെ വചനമുണ്ട്. ആ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, നാം ആകുന്നു നിങ്ങൾക്ക് വേദഗ്രന്ഥത്തെയും പ്രവാചകനെയും തുലാസിനെയും ഇറക്കി തന്നിരിക്കുന്നത്, തുലാസിനെയും ഇരുമ്പിനെയും ഇറക്കി തന്നിരിക്കുന്നത്, അതിൽ നിങ്ങൾക്ക് ധാരാളം ഗുണങ്ങളുണ്ട് എന്ന്. എന്താണിത് വ്യക്തമാക്കുന്നത്? വേദഗ്രന്ഥവും തുലാസും ഇരുമ്പും, അത് 3ഉം സംയോജിക്കുന്ന ഒരു തലം. ആ തലം എന്നെങ്കിലും സാധ്യമായാൽ, ആ സാധ്യമാകുന്നിടത്ത് ഇസ്ലാം ഈ ലോകത്തിൻ്റെ മതമായി തീരുമെന്ന് ഭയക്കുന്ന ശക്തികളാണ് ഇസ്ലാം പേടികൊണ്ട് ഇതര ജനങ്ങളെ മുഴുവൻ ഇസ്ലാമിനെതിരെ ഏകോപിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുത, ഏതു മണ്ണിൽ നിന്നാണോ ഇസ്ലാമിനെ തുരത്താൻ ശ്രമിക്കുന്നത്, ഏത് മണ്ണിൽ നിന്നുകൊണ്ടാണോ ഇസ്ലാമിക വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ആ മണ്ണിൽ ഏറ്റവും കൂടുതൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന, ഏറ്റവും കൂടുതൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന, ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന മതമായി ഇസ്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. ആദർശമായി മുഹമ്മദി റിസാലത്ത് മാറിക്കൊണ്ടിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് നമ്മുടെ ലോകം വിളിച്ചു പറയുന്നത്. ഇവർ ഈ എതിർപ്പിൻ്റെ കുന്തമുനകൾ ഏകീകരിക്കാൻ തുടങ്ങിയ കാലത്ത് ലോകത്തെ മുസ്ലിം ജനസംഖ്യ 140 കോടിയായിരുന്നു. ഇന്ന് ലോകത്തെ മുസ്ലിം ജനസംഖ്യ 200 കോടിയാണ്. പെറ്റുപെരുകിയുണ്ടായതല്ല, പരിവർത്തനങ്ങളിലൂടെ ഉണ്ടായതാണ്. പാശ്ചാത്യ ലോകത്ത് ഇന്ന് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത്, ഒന്നുകിൽ ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൻ്റെ വിശ്വാസികൾ ആ ആരാധനയിൽ ആ വിശ്വാസം ഉപേക്ഷിച്ച് ആരാധനാലയത്തോടെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു, ആ ആരാധനാലയം പള്ളിയായി പരിവർത്തിക്കപ്പെടുന്നു. അല്ലെങ്കിലോ ആ വിശ്വാസികൾ മുഴുവൻ കൂടൊഴിഞ്ഞു പോകുമ്പോൾ ആ കെട്ടിടം പിന്നെ ആർക്കും ആവശ്യമില്ലാത്തൊരു ഘട്ടം വരുമ്പോൾ അത് പള്ളിയാക്കാൻ മുസ്ലിങ്ങൾക്ക് വിറ്റഴിക്കപ്പെടുന്നു. ഇതാണ് ഇംഗ്ലണ്ടിൽ സംഭവിക്കുന്നത്, ഇതാണ് ജർമ്മനിയിൽ സംഭവിക്കുന്നത്, ഇതാണ് ഫ്രാൻസിൽ സംഭവിക്കുന്നത്, ഇതാണ് അമേരിക്കയിൽ സംഭവിക്കുന്നത്, ഇതാണ് പാശ്ചാത്യ ലോകത്ത് മുഴുവൻ സംഭവിക്കുന്നത്. ആ സംഭവിക്കുന്ന സമയത്ത് തങ്ങൾ ഭീഷണിയായി കാണുന്ന ഒരു ആദർശത്തെ, തങ്ങൾ ഭീഷണിയായി കാണുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ, ആ പ്രത്യയശാസ്ത്രത്തെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം എന്നാണ് ലോകം ചിന്തിക്കുന്നത്, ലോകത്തെ ഭരണാധികാര വർഗം ചിന്തിക്കുന്നത്. ആ ഭരണാധികാര വർഗത്തിൻ്റെ ചിന്തയിൽ നിന്നാണ് ഫലസ്തീൻ ഉണ്ടാകുന്നത്. ഫലസ്തീൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്നും ഇസ്രയേലികൾ ഏറ്റവും കൂടുതൽ നട്ടുപിടിപ്പിക്കുന്ന മരം ഗർഖദാണത്രേ. ഗർഖദ് എന്താണ് ഗർഖദിൻ്റെ പ്രത്യേകത എന്നറിയോ? അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഒരു കാലം വരും യഹൂദികളെ കാണുമ്പോൾ ലോകം അവരെ അടിച്ചുകൊള്ളുന്നൊരു കാലം. അന്ന് അവർ പോയി മരത്തിൻ്റെ അടിയിൽ ഒളിക്കുമ്പോൾ മരങ്ങളും കല്ലുകളും വിളിച്ചു പറയും, ഇതാ ഇവിടെ യഹൂദനിരിക്കുന്നുവെന്ന്. ഒരു മരം ഒഴികെ ആ മരം ഗർഖദാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തെ ഇസ്രയേലികൾക്ക് എത്രമാത്രം വിശ്വാസമുണ്ട് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇന്ന് ഇസ്രയേലിൽ ഗർഖദ് എന്ന് പറയുന്ന മരം അവർ വെച്ചുപിടിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്ലാം നമുക്കാണ് ഇസ്ലാം വിലയില്ലാതെ പോയത്, നമുക്കാണ് ഇസ്ലാമിക ദർശനത്തെ വിലയില്ലാതെ പോകുന്നത്. പക്ഷേ നമ്മുടെ ശത്രുക്കളെല്ലാം അവർ കൃത്യമായി സത്യമെന്ന്
വ്യക്തമെന്ന് കൃത്യമെന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം എന്ന് നമ്മൾ തിരിച്ചറിയണം. ലോകപ്രശസ്തനായ ചരിത്രകാരൻ, ഓറിയന്റലിസ്റ്റ് ചരിത്രകാരൻ തോമസ് ആർണോൾഡ്, അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഒരു ഗ്രന്ഥമുണ്ട്, ദ പ്രീച്ചിങ് ഓഫ് ഇസ്ലാം, ഇസ്ലാം പ്രബോധനവും പ്രചാരവും. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, ലോകത്തെ രണ്ടാമത്തെ മാർപ്പാപ്പ, ക്രിസ്തീയ സമൂഹത്തിൻ്റെ ആത്മീയാചാര്യ പദവി, മാർപ്പാപ്പ എന്ന പദവി സ്വീകരിച്ചതിനു ശേഷമുള്ള രണ്ടാമത്തെ മാർപ്പാപ്പ, ആ രണ്ടാമത്തെ മാർപ്പാപ്പയുടെ സെക്രട്ടറി ആയിരുന്ന ആ മനുഷ്യൻ പോയി രണ്ടാം മാർപ്പാപ്പയോട് പറഞ്ഞു, ഞാൻ ഇസ്ലാമാണ് സത്യമെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യണം ഗുരു? ആ സമയത്താണ് രണ്ടാമത്തെ മാർപ്പാപ്പ പറയുന്നത്, നിന്നെക്കാൾ മുമ്പേ എനിക്കറിയാം ഇസ്ലാമാണ് സത്യമെന്ന്. പക്ഷേ ഞാൻ ഇന്ന് എൻ്റെ മതം ഉപേക്ഷിച്ച് ഇസ്ലാമിലേക്ക് കടന്നു പോയാൽ എന്നെ വിശ്വസിച്ചു നിൽക്കുന്ന കോടാനുകോടിക്കണക്കിന് മനുഷ്യരോട് ഞാൻ എന്തു സമാധാനം പറയും എന്ന ഭയം കൊണ്ടാണ് ഞാൻ ഇസ്ലാമാകാത്തത് എന്ന് പണ്ട് അബൂ താലിബ് പറഞ്ഞതുപോലെ, അള്ളാഹുവിൻ്റെ റസൂലിനോട് അബൂ താലിബ് പറഞ്ഞതുപോലെ ലോകത്തെ രണ്ടാമത്തെ മാർപ്പാപ്പ പറഞ്ഞു എന്ന് എഴുതി വച്ചിരിക്കുന്നത് ഏതെങ്കിലും മുസ്ലിം ചരിത്രകാരന്മാരല്ല. തോമസ് ആർണോൾഡ് എന്ന വിഖ്യാതനായ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ ഇസ്ലാമിക ചരിത്ര വിഭാഗത്തിൻ്റെ തലവനായിരുന്ന തോമസ് ആർണോൾഡ് ദ പ്രീച്ചിങ് ഓഫ് ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമാക്കുകയാണ്. ആ അർത്ഥത്തിൽ ഇസ്ലാം ജയിച്ചു നിൽക്കുന്ന ഒരു ദർശനമാണ്, ഇസ്ലാം ജ്വലിച്ചു നിൽക്കുന്ന ദർശനമാണ്, ഇസ്ലാം പ്രോജ്വലിച്ചു നിൽക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹ് ലോകത്ത് ഏറ്റവും കൂടുതൽ ശത്രുക്കളാൽ എതിർക്കപ്പെടുകയും എതിർക്കപ്പെടുന്നതിനനുസരിച്ച് ലോകത്തെ നല്ല മനുഷ്യരാൽ സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്ന പുണ്യപ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് ഫലസ്തീൻ? ഒരു കാര്യം ഉറപ്പാണ്, മഹ്ദി വരും എന്ന കാര്യത്തിൽ ഈ ലോകത്തെ ക്രിസ്ത്യാനികൾക്കോ യഹൂദികൾക്കോ മറ്റേതെങ്കിലും ജനവിഭാഗത്തിനോ ഒരു സംശയവുമില്ല. ഈസാ നബി തിരിച്ചു വരും എന്ന കാര്യത്തിൽ അവർക്കാർക്കും സംശയമില്ല. അവർ രണ്ടുപേരും ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്ന ഘട്ടത്തിൽ അവരെ സ്വീകരിക്കാൻ അള്ളാഹു നിയോഗിച്ച ഒരു ജനതയെ, ആ ജനതയെ തുടച്ചു നീക്കിയിട്ട് ഇസ്ലാമിനെ തോൽപ്പിക്കാൻ സാധിക്കുമോ എന്നാണ് ഇസ്രായേലികൾ ചിന്തിക്കുന്നത്. ഫലസ്തീൻ കഴിഞ്ഞ 2 കൊല്ലം കൊണ്ട് 70,000-ത്തിനടുത്ത് മനുഷ്യർ കൊല്ലപ്പെട്ടൊരു മണ്ണാണ്. 70,000-ത്തിനടുത്ത് മനുഷ്യർ കൊല്ലപ്പെട്ടു. 22,000-ത്തിൽ പരം കുഞ്ഞുങ്ങളടക്കം 70,000-ത്തിൽ പരം മനുഷ്യന്മാർ. അവരിൽ ഒരാൾക്ക് പോലും ഇന്ന് ഫലസ്തീനിൽ പാർക്കാൻ വീടില്ല. അവരിൽ ഒരാൾക്ക് പോലും അവിടെ ചികിത്സിക്കാൻ ആശുപത്രിയില്ല. അവരിൽ ഏതെങ്കിലും കുട്ടികൾക്ക് പഠിക്കാൻ വിദ്യാലയങ്ങളില്ല. അവർക്ക് കുടിക്കാൻ വെള്ളമില്ല, ജലാശയമില്ല. അവർക്ക് ഭക്ഷിക്കാൻ ആഹാരമില്ല. നമ്മളൊക്കെ കണ്ടതാണ്. ഈജിപ്തിലും അതുപോലെ പല രാജ്യങ്ങളും കടലിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലിൽ അരി നിറച്ചിട്ട് കടലിലേക്ക് ഒഴുക്കുകയാണ്. അള്ളാഹുവേ, ഇത് ഫലസ്തീനിലേക്ക് എത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ആഹാരം വിതരണം ചെയ്യുന്ന സംഘങ്ങൾ, റെഡ് ക്രസൻറ്റിൻ്റെ, റെഡ് ക്രോസിൻ്റെ, ഐക്യരാഷ്ട്രസഭയുടെ ആ സംഘങ്ങളെ ഇസ്രായേൽ ബോംബിട്ട് തകർക്കുകയാണ്. എല്ലാവരും വാക്കാൽ പറയുന്നു തെറ്റാണെന്ന്. പക്ഷെ ഇന്നേ തീയതി വരെ ഒരു മൊട്ടു സൂചി കൊണ്ട് പോലും ഇസ്രായേലിനെ എതിർക്കാൻ അമേരിക്ക മുന്നോട്ട് വന്നിട്ടില്ല, ബ്രിട്ടൻ മുന്നോട്ട് വന്നിട്ടില്ല, ഫ്രാൻസ് മുന്നോട്ട് വന്നിട്ടില്ല, ജർമ്മനി മുന്നോട്ട് വന്നിട്ടില്ല, ഒരു മുസ്ലിം രാജ്യവും മുന്നോട്ട് വന്നിട്ടില്ല. ലോകത്തെ ഒരു രാജ്യവും പ്രായോഗികമായി ഇസ്രായേലിനെ ചെറുക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല. എന്തുകൊണ്ട്? തകർക്കുന്നത് മുസ്ലിങ്ങളെ ആയതുകൊണ്ട് തകർത്തോട്ടെ എന്ന് ധരിക്കുന്നവരുടെ കൈകളിലാണ് ലോകത്തിൻ്റെ നിയന്ത്രണം. ആ ലോകത്തിൻ്റെ നിയന്ത്രണമുള്ളവരെ എതിർത്താൽ തങ്ങൾ കൂടി ഇല്ലാതായി പോകുമെന്നതാണ് മുസ്ലിം രാജ്യങ്ങളുടെ അടക്കമുള്ള ഭയം. എന്നിട്ടും ആ ജനത അവിടുന്ന് പലായനം ചെയ്യുന്നില്ല. ഒരു എഴുത്തുകാരി എഴുതി, ഒരു ഹൈന്ദവ എഴുത്തുകാരി എഴുതി, ഒരു ജനതയുടെ വിശ്വാസം നിങ്ങൾ അളക്കേണ്ടത് ഇത്രയേറെ ദുർഗതികൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ട് ഫലസ്തീനിൽ നിന്ന് ഈ 2 കൊല്ലത്തിനിടയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്ത വാർത്ത നിങ്ങൾ കേട്ടോ എന്നാണ്. ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്ത വാർത്ത നിങ്ങൾ കേട്ടിട്ടില്ല. ഇത്ര വലിയ ദുർഗതിക്ക് മുന്നിലും ആത്മഹത്യ ചെയ്യാതെ ആത്മവിശ്വാസത്തോടെ പിടിച്ചു നിൽക്കുന്ന ഒരു ജനത. ട്രംപ് പറഞ്ഞു, നിങ്ങൾ ലോകത്ത് എവിടെ വേണമെങ്കിലും പോയിക്കോളൂ, നിങ്ങൾക്ക് പോകാൻ അവസരം തരാം, നിങ്ങൾക്ക് അവിടെ പാർക്കാൻ മണ്ണും തരാം. ഫലസ്തീനികൾ പറയുന്നത്, ഞങ്ങൾക്ക് ലോകത്തെവിടെയും പോകേണ്ടതില്ല, ഞങ്ങൾക്ക് ഈ ഖുദ്സ് കാക്കണം, ഞങ്ങൾക്ക് ഇമാം മഹദിയെ സ്വീകരിക്കണം, ഞങ്ങൾക്ക് ഈസാ നബിയെ സ്വീകരിക്കണം. ആ 3 കാര്യങ്ങൾക്ക് വേണ്ടി ഫലസ്തീനിൽ ഈ ദുരിതങ്ങൾ മുഴുവൻ പേറി ജീവിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു ജനത. ഉറപ്പാണ്, അവർ ജയിച്ചവരാണ്. നമ്മളോ പരീക്ഷിക്കപ്പെടുകയാണ്. നാളെ പടച്ചവൻ്റെ മുമ്പിൽ എത്തുമ്പോൾ
200 കോടി മനുഷ്യരോട് മുസ്ലിങ്ങളോട് അള്ളാഹു ചോദിക്കും, ആ 22 ലക്ഷം മനുഷ്യർ ഈ ദുർഗതി അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങൾ എന്തു ചെയ്തു എന്ന് ചോദിക്കുന്ന ഒരു ഘട്ടത്തിൽ അള്ളാഹുവേ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവെന്നെങ്കിലും പറയാൻ, ഞങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്തു എന്നെങ്കിലും പറയാൻ. ലീലാവതി എന്ന് പറയുന്ന മലയാളത്തിൻ്റെ പ്രമുഖയായ സാഹിത്യകാരി അവർ പറഞ്ഞു, എനിക്ക് ഭക്ഷണം വേണ്ട, എനിക്ക് ഭക്ഷണം വേണ്ട, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ആ ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ, ആ ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക എന്ന് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരി ലീലാവതി ചോദിക്കുകയാണ്. അപ്പോഴും നമ്മൾ ഒരു ദിവസം പോരാ കല്യാണം, 2 ദിവസം വേണം, 3 ദിവസം വേണം, 4 ദിവസം വേണം, കൊണ്ടാട്ടം വേണം, പാട്ട് വേണം, ഡാൻസ് വേണം, നാടകം വേണം, എല്ലാ കൊണ്ടാട്ടങ്ങളും വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ അടിച്ചു തമർത്ത് ഈ ഭൂമിയെ തരിപ്പണമാക്കുന്ന പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എന്നിട്ടും നമ്മൾ പറയുന്നു ഞങ്ങളാണ് മുസ്ലിങ്ങൾ എന്ന്. പ്രിയപ്പെട്ടവരെ, ആത്മവിചിന്തനത്തിൻ്റെ, ആത്മപരിശോധനയുടെ ഒരു നിമിഷമാണ് നമുക്ക് മുമ്പിൽ ഉയർന്നു വരുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആ ജനതയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ആ ജനതയെ എങ്ങനെയൊക്കെ സഹായിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ സഹായിക്കുക. ഇസ്രയേലിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് ബഹിഷ്കരിക്കുക. ഇസ്രയേലിന് പിന്തുണയേകുന്ന അന്താരാഷ്ട്ര ലോകത്തെ കുത്തക മുതലാളിമാരുടെ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കുക. അങ്ങനെ എൻ്റെ ഒരു ചുല്ലിക്കാശ് കൊണ്ട് ഫലസ്തീനികൾക്ക് നേരെ ഒരായുധം ചുഴറ്റാൻ ഇസ്രയേലിന് കരുത്ത് പകരില്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് നമ്മൾ എന്തെങ്കിലും തരത്തിൽ ഒരു ചെറിയ വിധത്തിലെങ്കിലും ഫലസ്തീനികൾക്കൊപ്പം നിന്ന ആളുകളാവുക എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിനെ നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മഹാനായ ഖാദി, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തക്കോയ തങ്ങൾ അവർകളാണ്. മഹാനവർകളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാന്യനായ പ്രസിഡന്റ് മുബാറക് ഹസൈനാർ ഹാജി സാഹിബാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. മുഖ്യപ്രഭാഷണം നടത്തുന്നത് ബഹുമാന്യനായ മഅമൂൻ ഹുദവി വണ്ടൂർ അവർകളാണ്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംയുക്ത ജമാഅത്തിൻ്റെ ഭാരവാഹികൾ ട്രഷറർ MK അബൂബക്കർ ഹാജി, വൈസ് പ്രസിഡന്റുമാരായ ജാദിൽ ഹസൈനാർ, കുട്ടി ഹാജി, PK അബ്ദുള്ള കുഞ്ഞി സാഹിബ്, സെക്രട്ടറിമാരായ ഷെരീഫ് എഞ്ചിനീയർ, താജുദ്ദീൻ, റഷീദ്, അബൂബക്കർ മാഷ്, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മുൻ ജനറൽ സെക്രട്ടറിമാർ മൊയ്ത് മൗലവി, ഹമീദ് ഹാജി അവരെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ഒരുപാട് ഉസ്താദുമാരുണ്ട്. നേരത്തെ നമ്മുടെ മൗലൂദ് സദസ്സിൽ വേദിയിലുണ്ടായിരുന്ന ഉസ്താദുമാരുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ഉദ്ഘാടന പരിപാടിക്ക് ശേഷം 2 മഹല്ലകളിലെ മാംഗല്യനിധിയുടെ സഹായം കൂടി, വിതരണം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. ആ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷപദം അലങ്കരിക്കാൻ ബഹുമാന്യനായ മുബാറക് ഹസൈനാർ ഹാജി സാഹിബിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.